ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഗൃഹനാഥൻ ഞങ്ങളുടെ അപ്പം തന്നെയാണ്. എനിക്കോ എൻ്റെ ചേട്ടനോ ഗൃഹനാഥനാവണം എന്ന് തോന്നിയിട്ടേ ഇല്ല. ഞങ്ങളിപ്പോഴും മക്കളായിട്ട് തന്നെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്, അത് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വരണം. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലുള്ള അടുപ്പവും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സും എല്ലാവരും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഉണ്ട്. അത്ര എളുപ്പമല്ല അത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല. നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരാളെങ്കിലും അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതങ്ങനെ പ്ലാൻഡായിട്ട് ഒരു കൂട്ടുകുടുംബമായതല്ല. ഞങ്ങൾ വളർന്നു വലുതായി. ചേച്ചി കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി, ചേട്ടൻ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു. മാറി താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ച് പിന്നെ അതിന് മെനക്കെട്ടില്ല മാറി താമസിക്കാനായിട്ട്. പിന്നെ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്കിത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിലും അവർ തമ്മിലും നല്ല അടുപ്പമാണ്. അവരും ഞങ്ങളുടെ വീട്ടിലെല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. അത് കുറച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യവും ബ്ലെസ്സിങ്ങും ഒക്കെയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാൻ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എഫേർട്ട് എടുക്കാനൊരു മനസ്സുണ്ടാവണം. ആർക്ക് വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുക്കുന്നത്? നമ്മുടെ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ. ആ എഫേർട്ട് എടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്തിനും തയ്യാറായിട്ടുള്ള ഇപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വീട് വെച്ച് മാറണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, അപ്പോഴും ഞങ്ങൾ ഈ കൂട്ടുകുടുംബം തന്നെ. ഇപ്പം ഞങ്ങളൊരു 17 സെൻറ്റിലാണ് ഞങ്ങൾ ഈ 10 പേരും, കുറേ പ്രാവും കോഴിയും പട്ടിയും മീനും ലവ് ബേർഡ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് അധികം ജീവനുകൾ ആ വീട്ടിലുണ്ട്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം ചീട്ടുകളെയും ലൂഡോകളെയും ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ വട്ടോട്ടിരുന്ന് ഭക്ഷണം കുറേ നാളായിട്ടുണ്ടായിരുന്നത്. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഉറപ്പിച്ചത് ഇത് ഈ കൂട്ടുകുടുംബമായിട്ട് ഇവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിലും മാറുന്നുള്ളൂ. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെയാണ് ഇച്ചിരി കൺജസ്റ്റഡ് ആയി. ഒരു 100 പ്രാവും സ്പേസ് ലിമിറ്റേഷൻ, അത് നമുക്കും കൺജസ്റ്റഡ്, ബേർഡ്സിനും ഒക്കെ കൺജസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് അപ്പൻ്റെ തറവാട്ട് ഓർമ്മയുണ്ട്. അവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകത്തോട്ട് പോകണമായിരിക്കും. പക്ഷേ അകത്തോട്ട് പോയാലും പുറത്തോട്ട് വരാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട്. നമുക്ക് യാത്രാ സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഗോയിങ് ബാക്ക് ടു റൂട്ട്സ്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് വെച്ചാൽ അപ്പൻ ജനിച്ച് വളർന്ന ആ പറമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അതും നോക്കി നടത്തുന്ന ഗൃഹനാഥനായിട്ടുള്ള എൻ്റെ അപ്പൻ തന്നെയാണ്. എനിക്കിതിലൊന്നും അങ്ങനെ അത്രയും സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ആളല്ല. പിന്നെ ചേട്ടനും സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പിന്നെ ഒരു പോയിന്റിൽ എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോൾ എനിക്ക് അഭിനയം ഹാൻഡിൽ ചെയ്യാം, അതല്ലാതെ ഇതിൻ്റെ ചുറ്റുമുള്ള ഈ എൻവയോൺമെൻറ്റ് മൊത്തം ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ചേട്ടൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എൻ്റെ കൂടെ കൂടി. ഇപ്പം എൻ്റെ പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുന്നത് ചേട്ടനും എൻ്റെ മാനേജർ ഗോകുലും കൂടിയിട്ടാണ്.